ഒരു മകനായി കണ്ട് മകളായി കണ്ട് അവർക്ക് നൽകുന്ന എല്ലാ പരിഗണനകളും എല്ലാ നിയമങ്ങളും അവർക്കും ബാധകമായി കണ്ടുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ വളരെ കൃത്യമായി തന്നെ അല്ലാഹു 33-ാം അധ്യായം 4-5 ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും. അതിന്റെ സന്ദർഭങ്ങളിലേക്കോ മറ്റു ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കോ ഞാൻ നീങ്ങുന്നില്ല. ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദത്തുപുത്രന്മാരാണ് എന്ന നിലക്ക് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളവർ ഒരിക്കലും നിങ്ങളുടെ മക്കളാവുകയില്ല. ഞാനാണ് നിശ്ചയിക്കുകയാണ് ഒരു കുട്ടിനെ എടുത്ത് വളർത്തിയിട്ട് അതെന്റെ മോന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാം അതെന്റെ മോള എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ച അഭിപ്രായം പറഞ്ഞ് വളർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അങ്ങനെ നമ്മളങ്ങനെ അതെന്റെ മോൻ എൻ്റെ മോൾ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, അങ്ങനെ അവർ നിങ്ങളുടെ മക്കളാണ് എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അത് അള്ളാഹു നിശ്ചയിച്ചതല്ല. പിന്നെയോ ദാലിക്കും ഖൗലുക്കും ബിഅഫ്വാഹിക്കും, അത് നിങ്ങളുടെ വായകൾ കൊണ്ട് നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് വസ്തുതകൾ മാറ്റം വരികയില്ല. ഒരാളുടെ ബീജത്തിൽ ജനിച്ച കുഞ്ഞ് അത് അയാളുടേതാണ്, അയാളുടേത് മാത്രമാണ്. അങ്ങനെ ഒരു അന്യരായ ഒരാളുടെ സന്താനത്തെ ഞാൻ എത്ര ഓമനിച്ച് വളർത്തിയാലും, അങ്ങനെ വളർത്തി ഞാൻ അത് എൻ്റെ മോനാ എൻ്റെ മോളാണ് എന്ന് അതെനിക്ക് എൻ്റെ വായ കൊണ്ട് പറയാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് വസ്തുതകളെ മാറ്റിമറിക്കുവാനാവില്ല. ഖുർആൻ പറയാണ്. അതുകൊണ്ട് വല്ലാഹു യഖൂലുൽ ഹഖ, അല്ലാഹു സത്യം മാത്രം പറയുന്നു, അല്ലാഹു യാഥാർത്ഥ്യമായുള്ളത് പറയുന്നു. വഹുവ യഹ്ദിസ് സബീൽ, നേർവഴിയിലേക്ക് നയിക്കുന്നവനാണവൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും മറ്റൊരാളുടെ ബീജത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെ എടുത്തു വളർത്തുന്ന ഒരു വ്യക്തിയുടെ മകനായിട്ടോ മകളായിട്ടോ പറയാവതല്ല, ചേർത്ത് പറയാവുന്നതല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു? ഉദുഊഹും ലിആബാഇഹിം, നിങ്ങൾ അവരുടെ പിതാക്കളിലേക്ക് ചേർത്തുകൊണ്ടേ അവരെ വിളിക്കാൻ പാടുള്ളൂ, പിതാക്കൾ അറിയപ്പെടുന്നവരാണെങ്കിൽ. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അല്ലാഹുവിങ്കൽ നീതിനിഷ്ഠമായ കാര്യം, അതാണ്. ഇനി ഫഇല്ലം തഅലമു ആബാഅഹും, സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലോ, അവരുടെ പിതാക്കൾ അറിയപ്പെട്ടിട്ടില്ലെങ്കിലോ, അങ്ങനെ അറിയപ്പെടാത്തവരാണെങ്കിലോ, അപ്പോൾ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളായി കാണുക, വമവാലീക്കും, നിങ്ങളുടെ ബന്ധത്തിലുള്ളവരായും മാത്രം കാണുക. വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കൽപ്പനയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിധത്തിൽ എന്ന് പരക്കെ പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്? ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അവർ വളരെ കുഞ്ഞുനാളിൽ തന്നെ, ശൈശവ നാളിലും അല്ലാതെയുമൊക്കെയായി ദത്തെടുത്ത് വളർത്താറുണ്ട്. എന്നിട്ടോ സ്വന്തം മകനെ പോലെ കാണും, മകളെപ്പോലെ കാണും. അത് സ്നേഹത്തിൽ മാത്രമല്ല കാണുന്നത്, എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്. അതായത് ഒരു ബാപ്പയ്ക്ക് ഒരു മകളെ മകളായിട്ട് കാണാമല്ലോ, അവിടെ മഹ്റം എന്നില്ല, അന്യയല്ല. ആ ബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു മകൾ അന്യ സ്ത്രീ അല്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഉമ്മക്ക് തൻ്റെ ആൺകുട്ടി അന്യനല്ലല്ലോ. എന്നാൽ ദത്തെടുത്ത് വളർത്തുന്നവരും അങ്ങനെ തന്നെ കാണുന്നു, എൻ്റെ സ്വന്തം മകനാണ്, മകളാണ്. അപ്പോൾ പിന്നെ പ്രായപൂർത്തിയാകുമ്പോ പ്രശ്നം വരെയാണ്. ഇങ്ങനെ ദത്തെടുക്കപ്പെട്ട കുഞ്ഞു പ്രായപൂർത്തിയായാൽ, ആൺകുട്ടിയാണെങ്കിൽ ഈ ദമ്പതികളിലെ സ്ത്രീക്ക് ആ ആൺകുട്ടി തികച്ചും അന്യനാണ്. അതുപോലെ തന്നെ ദത്തെടുക്കപ്പെട്ട കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുട്ടി പ്രായപൂർത്തിയെത്തിയാൽ ദമ്പതികളിലെ പുരുഷന് ആ പെൺകുഞ്ഞ് തികച്ചും അന്യയാണ്. ആ നിലക്കാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം വളർത്തുന്ന ആളുകൾ അത് ശ്രദ്ധിക്കാതെ അവർ സ്വന്തം മക്കളോട് ഇടപഴകും പോലെ പ്രായപൂർത്തിയായാലും ഇടപഴകുന്നു. അതുകൊണ്ട് തന്നെ അത് പാടില്ല, അത് നിഷിദ്ധമാണ്, അത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു പരിഗണന അതിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, അനന്തരാവകാശവും നൽകുന്നുണ്ട്. അങ്ങനെ ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിന് അവകാശം, ബാപ്പയുടെ സ്വത്തിൽ ഉമ്മയുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടല്ലോ, ആ അവകാശവും നൽകുന്നുണ്ട്. അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അനന്തരാവകാശം ഇതുകൊണ്ട് സ്ഥിരപ്പെടുകയില്ല. ആ കാര്യവും ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്.
മൂന്നാമത്തെ കാര്യം, വിവാഹം ചെയ്തു കൊടുക്കുവാനുള്ള വലിയാകുവാനും ഇദ്ദേഹത്തിന് അധികാരമില്ല. ഒരു പെൺകുഞ്ഞിനെ എടുത്തു വളർത്തി പ്രായപൂർത്തിയായി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള വലിയായി, രക്ഷാധികാരിയായി ഇദ്ദേഹം ഒരു ബാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിർവഹിക്കുവാൻ അദ്ദേഹത്തിനാണോ അധികാരമുള്ളത്? അധികാരം അദ്ദേഹത്തിനില്ല, അവകാശവും ഇല്ല. അതിൻ്റെ അവകാശമാരാണ്? പിതാവ് അറിയപ്പെടുമെങ്കിൽ ആ പിതാവിനാണ്. ഇനി അതല്ല, മറ്റു ബന്ധുക്കളുണ്ടോ, ബ്രദേഴ്സൊക്കെ ഉണ്ടോ എങ്കിൽ അവർക്കാണ്. അവരാരും അറിയപ്പെടാത്തവരാണ്, തികച്ചും അനാഥമായ ഒരു കുട്ടിയാണ് എങ്കിൽ അതിൻ്റെ അധികാരം രാജ്യത്തിലെ ഖലീഫക്കാണ്, ഖാദിക്കാണ്. ഖാദി ഉത്തരവാദപ്പെടുത്തുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അത് ഈ രക്ഷിതാവിനും ഏറ്റെടുക്കാൻ. ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഖാദിക്ക് എന്ത് ചെയ്യാം? അനുയോജ്യമായ ഒരാളെ വക്കാലത്ത് കൊടുക്കാം. ആ വക്കാലത്ത് കൊടുക്കുന്ന ആളായിട്ട് ഈ വളർത്തി ഉണ്ടാക്കിയ ആൾക്ക് രംഗത്ത് വരാം. അതല്ലാത്ത നിലക്കൊരു അധികാരമുള്ള പിതാവല്ല, മറ്റു ആ നിലക്കുള്ള ഒരു സ്ഥാനവും ഇല്ല. അതും നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ദത്തെടുക്കുന്ന ദമ്പതികൾക്ക് മറ്റു കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഈ കുട്ടി അന്യയാണ്. അവർ വളർന്ന് വലുതാകുമ്പോൾ അവർ തമ്മിലുള്ള ഇടപഴക്കത്തിലും ഈ അന്യർ എന്ന നിലയ്ക്ക് എന്തെല്ലാം ഇസ്ലാമികമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകളുണ്ടോ അതൊക്കെ തികച്ചും പാലിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, ചില ആളുകൾ ഇത്തരത്തിൽ ദത്തെടുക്കുന്ന മക്കളോട് ഒരിക്കലും അവരോട് സത്യം തുറന്നു പറയാറില്ല. നിന്റെ മാതാപിതാക്കൾ ഞങ്ങളല്ല എന്ന് പലപ്പോഴും പറയാറില്ല. എന്നാൽ അത് പറയാത്തത് കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് താനും. ബാല്യാവസ്ഥയിൽ ചെറിയ കുട്ടികളായിരിക്കെ കുട്ടികളുടെ മാനസികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ കുറച്ചു കാലത്തേക്കൊക്കെ രക്ഷിതാക്കൾക്ക് അത് മൂടിവെക്കാം. എന്നാൽ ഈ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായും അവരെ അത് അറിയിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വരും. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നിലക്കുള്ള ബന്ധങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പറയണം, അത് പറഞ്ഞേ പറ്റൂ. പറയാതെ അത് വിടുന്ന എത്രയോ ആളുകളുണ്ട്. അത് തികച്ചും തെറ്റായ കാര്യമാണ്. ഇനി വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ തന്നെയും പിന്നെയും ഇവരുടെ വീടുകളിലേക്കൊക്കെ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒരു പിതാവിനെ ഒരു ദമ്പതികളിലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അന്യർ തന്നെയാണ്. അന്യരോടുള്ള അഥവാ ഒരു അന്യ സ്ത്രീയോടുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവരുമായും പാലിക്കേണ്ടതുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ ആ ഒരു അന്യ പുരുഷനോടുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഈ ദമ്പതികളിലെ സ്ത്രീയും പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ വിധത്തിൽ ഇങ്ങനെ ദത്തെടുത്ത് വളർത്താവുന്നതാണ്.